ഈ 28-ാം തീയതി ലോക അബോർഷൻ ഡേ എന്ന രീതിയിൽ ആചരിക്കുന്നു എന്ന് അറിയുന്നു. അത് ഗർഭഛിദ്രത്തെ നിയമ അനുസൃതമാക്കുവാനും അതോടൊപ്പം തന്നെ ഗർഭഛിദ്രം നടത്തുക എന്നുള്ളത് സ്ത്രീയുടെ അവകാശമാണ് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ ഉള്ള ഒരു ദിവസമായിട്ട് ആണ് കരുതപ്പെടുന്നത്. അബോർഷൻ അതിൽ തന്നെ തെറ്റാണെന്ന്, അത് തിന്മയാണെന്ന്, അത് അധാർമികമായ ഒരു പ്രവൃത്തിയാണെന്ന് സഭ എക്കാലവും പഠിപ്പിക്കുന്നുണ്ട്. കാരണം അബോർഷനിലൂടെ മനുഷ്യ ജീവനാണ് നശിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഇതിനെ നിയമാനുസൃതമാക്കുകയും അത് ഗർഭം ധരിച്ച സ്ത്രീയുടെ അവകാശമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് സ്ത്രീയുടെ ഇഷ്ടമനുസരിച്ച് ഗർഭഛിദ്രം നടത്താം, ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ജീവന് ഭീഷണി ഉണ്ടാകാത്ത തരത്തിൽ, ആരോഗ്യപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ അത് നിർവഹിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലാണ്. പക്ഷേ ശരിയാണ്, അബോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയുടെ ജീവനെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ബോധപൂർവം ചെയ്യുവാൻ ഇടയാവരുത് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഏതൊരു ജീവനും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ആ സ്ത്രീ ഗർഭം ധരിച്ച ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാം എന്നുള്ള നിലപാട് അധാർമികമാണ്. ആ ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ആ ഭ്രൂണം അത് മനുഷ്യവ്യക്തിയാണ്. അപ്പം അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന്, അതിനെ നശിപ്പിക്കുന്നതിന്, അതിൻ്റെ അവകാശത്തെ നിഹനിക്കുന്നതിന്, ജീവിക്കാനുള്ള ആ ഭ്രൂണത്തിൻ്റെ അവകാശം നിഷേധിക്കുന്നത് തെറ്റൊന്നുമല്ലേ? അതുകൊണ്ട് ഇവിടെ വളരെ ക്രൂരമായ ഒരു നിലപാടാണ്, നടപടിയാണിത്. ഗർഭഛിദ്രം ആർക്കും എങ്ങനെയും സ്വതന്ത്രമായിട്ട് നിർവഹിക്കാം, നിയമാനുസൃതമാക്കാം. അങ്ങനെ മനുഷ്യനെ അവൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ, ഒരു മനുഷ്യഭ്രൂണത്തെ, മനുഷ്യ ജീവനെ അതിൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ പ്രതിരോധിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ കൊന്നുകളയാം, മറ്റുള്ളവർക്ക് കൊന്നുകളയാം എന്നുള്ള നിലപാട് മനുഷ്യത്വത്തിന് ചേരുന്നതല്ല, മനുഷ്യ മനസ്സാക്ഷിക്ക് ചേരുന്നതല്ല, ദൈവ നിയമത്തിന് ചേരുന്നതല്ല. അത് അങ്ങനെയൊരു നിയമം അത് നിയമാനുസൃതമാക്കുന്നുവെങ്കിൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു നടപടിയായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ അധാർമികമായ, ഏറ്റവും വലിയ കൊലപാതകത്തിന് വഴിയൊരുക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അത്. നമ്മളെ ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. 2 ലോക മഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞു, 3ാമതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ ഏതൊരു ലോക മഹായുദ്ധങ്ങളിൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നരഹത്യ, കൂട്ടമായ നരഹത്യ നടക്കുന്ന മേഖലയാണ് ഗർഭഛിദ്രം നിയമാനുസൃതമാക്കുമ്പോൾ സംഭവിക്കുന്നത്. മറ്റേത് തരത്തിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ട് എത്രമാത്രം ജീവൻ നഷ്ടപ്പെട്ടാലും അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ജീവൻ ഹനിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കും ഗർഭഛിദ്രം നിയമാനുസൃതമാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് മനസാക്ഷിയുള്ളവരാരും, മനുഷ്യജീവനൻ്റെ വില അറിയുന്നവരാരും ഇതിനെ അംഗീകരിക്കാൻ ഇടയാവരുത്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ്, എന്നുള്ള സുനിശ്ചിതമായ ബോധ്യമാണ് എനിക്കുള്ളത്. അതിനായി മനുഷ്യ സ്നേഹികളായ എല്ലാവരും
ഒരുമിച്ച് ചേരണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വർഷവും സെപ്റ്റംബർ 28 ആഗോള തലത്തിൽ ലോക സുരക്ഷിത ഗർഭചിത്ര ദിനമായി ആചരിക്കപ്പെടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1990കളിൽ കരീബിയൻ രാജ്യങ്ങളിൽ ആരംഭിച്ച് പിന്നീട് 2011 ഒക്കെ ആയപ്പോഴേക്കും ലോക ആരോഗ്യ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി സെപ്റ്റംബർ 28 അന്താരാഷ്ട്ര സുരക്ഷിത ഗർഭചിത്ര ദിനമായിട്ട്. അബോർഷന് വേണ്ടി വാദിക്കുന്ന പ്രോ ചോയ്സ് പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന വക്താക്കളെന്ന് മനസ്സിലാക്കുന്നു. മറ്റേതൊരു അവകാശവും പോലെ അബോർഷൻ ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്, മൗലിക അവകാശമാണ് എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. മാത്രവുമല്ല, ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ സുരക്ഷിതമായ ഗർഭചിത്രത്തിന് അവകാശമുണ്ട് എന്ന് ഇവർ വാദിക്കുന്നു. കുഞ്ഞിനെ പ്രസവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അമ്മമാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട് എന്നാണ് ഇവർ വാദിക്കുക. വേദപുസ്തകത്തോടും സഭാപ്രബോധനങ്ങളോടും ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇത് അന്ധകാര സംസ്കാരത്തിന് സൂചനയായി ഞാൻ തിരിച്ചറിയുന്നു. ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പ്രസ്താവിക്കുന്ന പോലെ മരണ സംസ്കാരത്തിൻ്റെ പ്രതിധ്വനികളാണ് ഇവിടെ നാം കാണുക. കാലം ചെയ്ത ദിവംഗതനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന പോലെ ക്രൂരതയുടെ ഒരു വലിയ സംസ്കാരമാണ് ഇവിടെ ഉയർന്നു വരിക. ഇത് തികച്ചും മനുഷ്യത്വരഹിതമാണ്. വാസ്തവത്തിൽ ഇതുതന്നെയാണ് മനുഷ്യ അവകാശ ലംഘനം. കാരണം നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുന്ന ഒരു ശിശുവിനും സ്വന്തം ജീവനെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനുമുള്ള അടിസ്ഥാന അവകാശം എല്ലാവർക്കുമുണ്ട്. വേദപുസ്തകവും സ്വാഭാവിക ധാർമ്മിക നിയമവും സഭാ പ്രബോധനങ്ങളും ഇക്കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുന്നുമുണ്ട്. ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ മനുഷ്യജീവൻ ഒരു വ്യക്തിയാണ് എന്നും അത് അവികലമായി സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന നിലപാട്. ജീവിക്കാനുള്ള അവകാശം ഓരോ ഇടമായി തുടരുവാൻ ഇടയുണ്ടാവണം, സാഹചര്യമുണ്ടാകണം. അതുപോലെ തന്നെ ജീവൻ മൊട്ടിട്ട് വളരുന്ന കുടുംബം അത് ജീവന്റെ പവിത്രമായ ശ്രീകോവിലാണ് എന്നാണ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ തൻ്റെ ജീവന്റെ സുവിശേഷം എന്ന പ്രബോധനത്തിൽ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നല്ല കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിലും മനുഷ്യ ജീവിതങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യജീവനെ അതിൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് കഴിയുക. അതിനുള്ള ഒരു വെല്ലുവിളിയായി ഇതുപോലെയുള്ള വികലമായ ദിന ആചരണങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ ഷക്കീന മാന്യ പ്രേക്ഷകർക്കും അനുമോദനങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഗർഭചിത്ര ദിനത്തിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സുരക്ഷിതമല്ലാത്ത ഗർഭചിത്രങ്ങൾ ഉണ്ടാക്കുന്ന അപകട സാധ്യതയെക്കുറിച്ചും സുരക്ഷിത ഗർഭചിത്ര പരിചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്താനാണ് അവരിത് ചെയ്യുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഗർഭത്തിൽ കിടന്ന കുഞ്ഞിനു വേണ്ടി ഒരു ദിനമില്ല.
ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടി ഒരു ദിനം, ആ കുഞ്ഞിനെ സുരക്ഷിതമായി കൊല്ലാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ദിനം. യഥാർത്ഥത്തിൽ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന് വേണ്ടി ഒരു ദിനമാണ് ആവശ്യം. ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട കടമയാണ്. കാര്യം കുഞ്ഞിന് അവകാശമുണ്ട്. കുഞ്ഞ് എന്നെ നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള ഒരു മനുഷ്യ വ്യക്തി തന്നെയാണ്. ഗർഭത്തിലുള്ള ഒരു കുഞ്ഞും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്നു, നമ്മൾ പുറത്ത് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതും ജീവനാണ്, ഇതും ജീവനാണ്. ആ ജീവന് വേണ്ടി വാദിക്കാതെ ആ കുഞ്ഞിനെ സുരക്ഷിതമായി കൊല്ലാൻ വേണ്ടി ഒരു ദിനത്തിനു വേണ്ടി പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒരു വിധത്തിൽ ദൈവികമായ ചിന്തകൾക്ക് ഒരു വിധത്തിൽ ചേരുന്നതല്ല, മാനുഷ്യ ചിന്തകൾക്കും ചേരുന്നതല്ല. മുട്ടാറ്റിലുണ്ടായിരുന്ന അച്ചാമ്മ ജേക്കബിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അവർ 11 കുഞ്ഞുങ്ങളുണ്ട്. 12ാമത്തെ കുഞ്ഞ് ഗർഭത്തിലായിരുന്നപ്പോൾ ആ കുഞ്ഞ് അമ്മയ്ക്ക് ക്യാൻസർ പിടിപെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു അബോർഷൻ നടത്തിയ ശേഷം മാത്രമേ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ഏതാണ്ട് 52 വർഷം മുമ്പ് നടന്ന സംഭവമായി പറയുന്നത്. അന്ന് ആ അമ്മ പറഞ്ഞു, എൻ്റെ വയറ്റിൽ വളരുന്നൊരു കുഞ്ഞാണ്, അതിനെ കൊന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ആ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതം ഇവരോടും കൊണ്ട് തീരുന്നു, പക്ഷെ ആ കുഞ്ഞിനെ കൊന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിൽ ചികിത്സ തുടർന്നു. കുഞ്ഞുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയി. ആ കുഞ്ഞ് ഇന്ന് സലേഷ സന്യാസഭയിൽ ഒരു വൈദികനാണ്, ബഹുമാനപ്പെട്ട റെജി പുലിക്കോട്ട്. ആ റെജി പുലിക്കോട്ട് അച്ഛനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി താത്താൻ ഗർഭചിത്രത്തിലൂടെ പരിശ്രമിച്ചപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ അമ്മ അതിനെതിരെ നിന്നപ്പോൾ അതിലൂടെയാണ് കുഞ്ഞ് ഭൂമിയിൽ ജനിക്കാനിടയായത്. ആ വൈദികൻ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ തകർക്കാൻ വേണ്ടിയുള്ള സാത്താൻ്റെ പരിശ്രമമായിരുന്നു ഗർഭചിത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഗർഭചിത്രം യാതൊരു കാരണവശാലും അത് സുരക്ഷിത ഗർഭചിത്രമെന്നില്ല, സുരക്ഷിതമല്ലാത്ത ഗർഭചിത്രമെന്നില്ല, ഏത് പേരിലായാലും ഗർഭചിത്രം പാടില്ലാത്ത ഏറ്റവും ഭീകരമായ തിന്മയാണ്. അത് കൊലപാതകമാണ്, നരഹത്യയാണ്. നമ്മളിനി ആഘോഷിക്കേണ്ടത് ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദിനമുണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.